എത്രയേറെ വിമർശനങ്ങൾ, എത്രയേറെ അഭിപ്രായ പ്രകടനങ്ങൾ, ഒന്നും കുലുങ്ങിയില്ല ഇച്ഛാശക്തിയുള്ള ഈ കേരളം. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഞങ്ങൾ കല്ലു മാത്രം ഇട്ടു പോകുന്നവരല്ല. കല്ലിട്ടാൽ കല്ലിൽ കല്ല് വയ്ക്കും, കല്ലിന്റെ മീതെ കല്ല് കെട്ടും, അതൊരു വീടാകും. അത് തീരുമാനിച്ച മനുഷ്യന്റെ കൈകളിലേക്ക് ഞങ്ങൾ സമ്മാനിക്കും. ആ അനുഭവത്തിലേക്ക് നാം കടക്കുകയാണ്. വിത്തെറിഞ്ഞയാൾ തന്നെ കൊയ്യണം എന്നാണ് പണ്ട് ഒരു പൊതു നിയമം. മുഖ്യമന്ത്രി തന്നെ തറക്കല്ലിട്ടു. മുഖ്യമന്ത്രി തന്നെ ഔപചാരികമായി ഈ വീടുകൾ നാടിന് സമർപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ഉയരുന്നത് കേരളം മുഖ്യമന്ത്രിയുടെയോ ഗവൺമെന്റിൻ്റെയോ യശസ്സല്ല. മൂക്ക് താഴോട്ട് നീണ്ട 3.25 കോടി വരുന്ന മലയാളി ലോകത്തിന്റെ മുമ്പിൽ ആത്മാഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ഈ അഭിമാന നിമിഷം ഉദ്ഘാടനം ചെയ്യാൻ ചൂരൽമലയിലെ മനുഷ്യർക്ക് വേണ്ടി കൽപ്പറ്റയുടെ നഗരത്തിൽ കേരളമൊരുക്കുന്ന പുതിയ നഗരത്തിൻ്റെ ആദ്യഘട്ട വീടുകളുടെ കൈമാറ്റവും ഈ പദ്ധതിയുടെ ഉദ്ഘാടനവും നിർവഹിക്കുന്ന, കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ ഒരു ദുരന്തത്തിനും മലയാളിയെ വിട്ടുകൊടുക്കാതെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് സംരക്ഷിച്ച കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ, ഈ വേദിയിലുള്ള സഹപ്രവർത്തകരായിട്ടുള്ള മന്ത്രിമാർ, പ്രിയപ്പെട്ട OR കേളു, AK ശശീന്ദ്രൻ, ശ്രീ മുഹമ്മദ് റിയാസ്, MLA ശ്രീ TC സിദ്ദിഖ്, മുനിസിപ്പൽ ചെയർമാൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, കേരളത്തിൻ്റെ പ്രിയങ്കരനായ ചീഫ് സെക്രട്ടറി ശ്രീ A ജയദേവൻ IAS ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ, പ്രിയപ്പെട്ട ജില്ലാ കളക്ടർ ശ്രീമതി മേഘശ്രീ IAS, വേദിയിലും സദസ്സിലുമുള്ള ഈ പ്രോജക്റ്റിൻ്റെ സ്പെഷ്യൽ ഓഫീസർ സുഹാസും രാജമാണിക്യവും അടക്കം പ്രിയപ്പെട്ടവരെ, ദുരന്ത ബാധിതരായിട്ടുള്ള പ്രിയപ്പെട്ടവരെ, ഈ യോഗത്തിൽ എത്തിച്ചേർന്ന ആയിരക്കണക്കായ കേരളത്തിൻ്റെ മനുഷ്യ സ്നേഹമുള്ള പ്രിയപ്പെട്ടവരെ, സഹോദരി സഹോദരന്മാരെ, മുഖ്യമന്ത്രി സംസാരിക്കുന്ന വേദിയിൽ ദീർഘമായിട്ടുള്ള ഒരു അധ്യക്ഷ പ്രസംഗം പാടില്ലാത്തതാണ്. ഞാനതിന് മുതിരുന്നുമില്ല. വലിയ ആവേശത്തോടു കൂടിയാണ് ഇന്ന് രാവിലെ ഈ പുതിയ നഗരത്തിൻ്റെ മുറ്റത്തേക്ക് സ്ഥിരമായി എല്ലാ മാസവും ഒന്നിലേറെ തവണയോ വരുന്ന ഈ മുറ്റത്തേക്ക് ഇന്നത്തെ ഈ അഭിമാന നിമിഷത്തിന് വേണ്ടി വന്നെത്തിച്ചേർന്നത്. അഭിമാനകരമായിട്ടുള്ള ഈ നിമിഷത്തിൽ വന്ന് നിൽക്കുമ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വീട് പുതിയതായി ഏറ്റുവാങ്ങുന്ന എൻ്റെ പ്രിയപ്പെട്ടവരായ മഹാഭൂരിപക്ഷം ആളുകളെയും പേരെടുത്ത് വിളിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള അമ്മമാരെ, ഉമ്മമാരെ, സഹോദരന്മാരെ, മക്കളെ ഒന്ന് കാണാനായി ആ നിരയിലേക്ക് പോയി. വത്സല ചേച്ചിയും ലത ചേച്ചിയും ഓമന ചേച്ചിയും ശോഭന ചേച്ചിയും ഒക്കെ ഉൾപ്പെടെ അവരെല്ലാവരെയും കണ്ട് അവരുടെ കെട്ടിപ്പിടിച്ചലും കരച്ചിലും കഴിഞ്ഞപ്പോൾ സത്യത്തിൽ കൈവിട്ടുപോയ മാനസികാവസ്ഥയിലൂടെയാണ് ഞാനൊരു അധ്യക്ഷ പ്രസംഗത്തിന് ഇവിടെ നിൽക്കുന്നത്. 2024 ജൂലൈ 30 മനുഷ്യത്വമുള്ള ലോകത്തിലെ ഒരു മനുഷ്യനും മറക്കാൻ പറ്റാത്ത വിധത്തിൽ പുഞ്ചിരിമുറ്റത്ത് 1750 അടി മുകളിൽ പൊട്ടിയ ഒറ്റ ഉരുളിൽ പുന്നപ്പുഴയുടെ തീരത്ത് 1 ചതുരശ്ര കിലോമീറ്ററിനകത്ത് 298 മനുഷ്യർ ഭൂമുഖത്തു നിന്നില്ലായ്മ ചെയ്യപ്പെട്ട ആ വലിയ ദുരന്തത്തിൻ്റെ ദുരന്ത നാളുകളിലേക്ക് മനസ്സിലൊരു വേലിയേറ്റം സൃഷ്ടിക്കുന്നത് പോലെ ഒരു തിരയിളക്കമുണ്ടായി. ഞാനത് പറയാൻ മുതിർന്നാൽ ഈ അധ്യക്ഷ പ്രസംഗം എനിക്ക് പൂർത്തിയാക്കാനാകില്ല. അത്രയേറെ വികാരപരമായിരുന്നു ആ പ്രശ്നങ്ങൾ. ജൂലൈ 30 ഞങ്ങൾ മന്ത്രിമാർ, ജനപ്രതിനിധികൾ, നിങ്ങളെല്ലാവരും പുന്നപ്പുഴയുടെ തീരത്തെത്തിച്ചേരുമ്പോൾ അപ്പുറത്ത് 512 മനുഷ്യർ പുഞ്ചിരിമുറ്റത്തും മുണ്ടക്കയിലും അട്ടാമലയിലും ആറാമലയുമായി ചൂരൽമലയുടെ തീരത്ത് ഇങ്ങോട്ട് കിടക്കാൻ പറ്റാതെ പുന്നപ്പുഴയുടെ ഭ്രാന്തമായ ഒഴുക്കിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന കാഴ്ച മുതൽ ഞാൻ ഓരോന്നായി വിശദീകരിക്കുന്നില്ല. 19ഓളം വരുന്ന പട്ടാളവും അർദ്ധ സൈന്യവും പോലീസും ഫയർഫോഴ്സും ഫോറസ്റ്റും എല്ലാം ഉൾപ്പെടുന്ന നമ്മുടെ അർദ്ധ സൈനിക വിഭാഗങ്ങൾ, യഥാർത്ഥത്തിൽ ഈ വയനാട്ടിൽ നിന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയ
അതിനേക്കാൾ മിലിറ്റൻ്റായ കേരളത്തിൻ്റെ മലയാളിയായിട്ടുള്ള പട്ടാളത്തിന്, സൈന്യത്തിന് തുല്യമായ മനുഷ്യർ, അവരെല്ലാവരും ഒത്തുചേർന്ന് ദിവസങ്ങളോളം നീണ്ട തെരച്ചിൽ പ്രക്രിയയ്ക്ക് നാം നേതൃത്വം നൽകി. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ആ തിരച്ചിൽ ഒരുപക്ഷെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ശ്രദ്ധേയമായ ഒരു ദുരന്ത നിവാരണ ഘട്ടമായിരുന്നു. സൺറൈസ് വാലിയുടെ അപ്പുറത്ത് സൂചിപ്പാറയിൽ മനുഷ്യ ശരീരത്തിന് സാദൃശ്യമായ സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് ഹെലികോപ്റ്റർ ദൃശ്യങ്ങളിൽ വ്യക്തമാക്കപ്പെട്ടപ്പോൾ, സൂചിപ്പാറയിലേക്ക് നേരിട്ട് പോയിട്ടിറങ്ങാൻ ഒരു സാധ്യതയുമില്ലാതെ വന്നപ്പോൾ ദുരന്ത നിവാരണ പ്രക്രിയയിൽ ഒരു പുതിയ അധ്യായം സൃഷ്ടിച്ചുകൊണ്ട് ഹെലികോപ്റ്ററിൽ കഡാവർ ഡോഗ്സിനെ നേരിട്ടിറക്കി മനുഷ്യഗന്ധം മണത്തെടുത്ത് അവിടെ നിന്ന് കൊണ്ടുവന്ന ശരീരാവശിഷ്ടങ്ങൾ DNA ടെസ്റ്റിന് അയച്ചതുൾപ്പെടെ തെരച്ചിലിൽ ഒരു ലോക മാതൃക ദുരന്ത നിവാരണ രംഗത്ത് സൃഷ്ടിക്കാൻ നമുക്കായി. വടക്കൻ ഇന്ത്യയിൽ മരണപ്പെട്ടവരുടെ ഒഴുകി വന്നുകൊണ്ടിരിക്കുന്ന മൃതശരീരങ്ങളും ശരീരാവശിഷ്ടങ്ങളും JCB കൊണ്ട് വലിയ കുഴികുത്തി അതിലിട്ട് മൂടുന്ന അനുഭവങ്ങളുള്ള ഈ കേരളത്തിൽ പുത്തുമലയിലെ ബറയിൽ ഗ്രൗണ്ട് നിരവധികളായിട്ടുള്ള കണ്ടെത്താൻ പറ്റാത്ത, തിരിച്ചറിയാനാകാത്ത മൃതശരീരങ്ങളും ശരീരഭാഗങ്ങളും ലോകത്തിൻ്റെ എല്ലാ മര്യാദകളും പുലർത്തി സർവമത പ്രാർത്ഥന നടത്തി ഗൂഗിൾ സല്യൂട്ടോടെ കേരളത്തിലെ വിവിധങ്ങളായിട്ടുള്ള യുവജന സംഘടനാ പ്രവർത്തകർ ഇട്ടിരിക്കുന്ന PP കിറ്റിനകത്ത് ഏതു മതമാണ്, ജാതിയാണ്, രാഷ്ട്രീയമാണെന്ന് നോക്കാതെ സ്വന്തം അമ്മ പോലെ, ഉമ്മ പോലെ, അച്ഛൻ പോലെ, ഉപ്പ പോലെ, സഹോദരങ്ങളെ പോലെ സംസ്കരിക്കുന്ന അഭിമാനകരമായിട്ടുള്ള മലയാളിയുടെ മനുഷ്യ സ്നേഹത്തിന് പുത്തുമലയിലെ ബറയിൽ ഗ്രൗണ്ട് സാക്ഷ്യം വഹിച്ചു. അനുഭവങ്ങൾ ഇങ്ങനെ നിറഞ്ഞു പോവുകയാണ്. ആഗസ്റ്റ് 25-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഈ മേപ്പാടിയുടെ കൽപ്പറ്റയുടെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ സ്ഥാപിച്ച 18 ക്യാമ്പുകളും ഒഴിവാക്കപ്പെട്ടു. അവസാനം ഓമനച്ചേച്ചിയും മോഹനേട്ടനും 8 കുടുംബാംഗങ്ങളുള്ള രേവതിയും പളനിസ്വാമിയും ശെൽവരാജും അടക്കം 5 പേരെ, 5 കുടുംബങ്ങളെ മാറ്റി ഓഗസ്റ്റ് 25-ന് ഇവിടെ എല്ലാ ക്യാമ്പുകളിൽ നിന്നും 1 മാസത്തിനകം താൽക്കാലിക വീടുകളിലേക്ക്, വാടക വീടുകളിലേക്ക്, ബന്ധുവീടുകളിലേക്ക്, സർക്കാർ ക്വാർട്ടേഴ്സുകളിലേക്ക് അങ്ങനെ മാറ്റുന്നതിൻ്റെ തലേ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശിച്ചതനുസരിച്ച് പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ജനാധിപത്യ ലോകമാതൃക സൃഷ്ടിച്ചുകൊണ്ട് ആ പുനരധിവാസ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അന്നത്തെ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി വി വേണു IAS അവരെ നേരിൽ കേട്ടുകൊണ്ട് അവരോട് ചോദിച്ചു, എങ്ങനെയായിരിക്കണം പുനരധിവാസത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? വീടുകൾ കൈമാറുന്ന ഈ സമയം ലോകത്തിൻ്റെ മറ്റൊരു മൂലയിൽ യുദ്ധവും പലായനവും നടക്കുകയാണ്. അന്ന് അവർ പറഞ്ഞു, ഞങ്ങൾ പുത്തുമലയിൽ നിന്ന് ചൂരൽമലയിലെത്തിയവരാണ്. ചൂരൽമലയിൽ നിന്ന് ഇനിയൊരു മലയിലേക്ക് പലായനം നടത്താൻ ഞങ്ങൾക്ക് വയ്യ. ഞങ്ങളെ നിങ്ങൾ പല സ്ഥലങ്ങളിലേക്ക് പറഞ്ഞു വിടരുത്, ഞങ്ങളെ നിങ്ങൾ ഒറ്റപ്പെടുത്തരുത്, പല മേഖലകളിലാക്കി മാറ്റരുത്. അവശേഷിക്കുന്ന ഞങ്ങൾക്ക്, ദൈവം ഞങ്ങളിൽ നിന്ന് എടുത്തു കൊണ്ടുപോയവരിൽ ബാക്കി വരുന്ന ഞങ്ങൾക്ക് ഒരുമിച്ചു താമസിക്കാൻ, ഒരുമിച്ചു ജീവിക്കാൻ ഒരിടം ഞങ്ങൾക്ക് വേണം. അത് പുനരധിവാസ പ്രവർത്തനത്തെക്കുറിച്ച് ജനാധിപത്യപരമായി ചർച്ച ചെയ്തപ്പോൾ ദുരന്തബാധിതരായ മനുഷ്യർ നെഞ്ചിൽ തട്ടി ഞങ്ങളോട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്രയും വലിയൊരു നഗരം സൃഷ്ടിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്കറിയില്ല. അതിനു പറ്റുന്ന ഒരു പുനരധിവാസത്തിൻ്റെ മാതൃകകളൊന്നുമില്ല. കേരളത്തിൻ്റെ മാത്രമല്ല, ഇന്ത്യയുടെ ആർക്കവൈസുകളിൽ ദുരന്തബാധിതർക്കൊരു നഗരമുണ്ടാക്കിയതിൻ്റെ ഒരു മുന്നനുഭവങ്ങളും ഞങ്ങളുടെ മുമ്പിലില്ല. പക്ഷേ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഇച്ഛാശക്തിയോടെ പറഞ്ഞു, അവർക്ക് സ്വന്തമായി നാം ഒരു നഗരമുണ്ടാക്കും. എന്ത് വില കൊടുക്കേണ്ടി വന്നാലും, എത്ര പ്രയാസപ്പെടേണ്ടി വന്നാലും ഒരു നഗരമുണ്ടാക്കും. ഞാൻ പറഞ്ഞു വന്നത്, ആ ഘട്ടത്തിൽ പുതിയതായി രംഗപ്രവേശം ചെയ്ത ഒരുപാട് സാമ്പത്തിക വിദഗ്ധന്മാർ കിട്ടാവുന്ന കാൽക്കുലേറ്ററുകളെല്ലാം നിരത്തി വെച്ചുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞു, കിട്ടിയ കാശ് എത്ര പേർക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതുകൊണ്ട് ഹരിച്ച് ആ തുക ഓരോരുത്തരുടെയും കയ്യിൽ ഏൽപ്പിച്ചാൽ നിങ്ങൾക്ക് പണി നിർത്തി അങ്ങ് പോയിക്കൂടെ? എന്തിനാണ് നിങ്ങൾ ഈ പണം ഇങ്ങനെ എടുത്തു വെച്ച് ആർക്കും കൊടുക്കാതെ സൂക്ഷിക്കുന്നത്? എത്രയേറെ വിമർശനങ്ങൾ, എത്രയേറെ അഭിപ്രായ പ്രകടനങ്ങൾ. ഒന്നും കുലുങ്ങിയില്ല ഇച്ഛാശക്തിയുള്ള ഈ കേരളം. അവരോട് ഞങ്ങൾ പറഞ്ഞ കാര്യം, ഇന്ന് ഈ 178 കുടുംബാംഗങ്ങളെയും
നേരിൽ പോയി കണ്ടയാളാണ് ഞാൻ. ഇന്നവർ പറയുന്ന കാര്യം, അന്നു ഞങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പണം തന്നൊടിപ്പിച്ചെങ്കിൽ ഇന്ന് കൂട്ടിമുട്ടാൻ കഴിയാത്ത വിധത്തിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഞങ്ങൾ ഒറ്റപ്പെട്ടു പോയേനെ. ഒരുപക്ഷെ സുനാമി ദുരന്തത്തിലുണ്ടായി പല വഴികളിൽ പിരിഞ്ഞതുപോലെ ലോകത്തിൻ്റെ വിവിധ വഴികളിൽ ഞങ്ങൾ പിരിഞ്ഞു പോയേനെ. അങ്ങനെ ഞങ്ങൾക്ക് പിരിഞ്ഞു പോകാൻ ഇഷ്ടമില്ല എന്ന് ഞങ്ങളോട് പറഞ്ഞപ്പോൾ, സ്വന്തമായി കയ്യിൽ ഭൂമിയില്ലാതിരുന്നിട്ടും വയനാട്ടിൽ റവന്യൂ ഭൂമിയില്ലാതിരുന്നിട്ടും ആ ആവശ്യം ഉന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഈ കൽപ്പറ്റയിലെ 25 എസ്റ്റേറ്റുകൾ ഞങ്ങൾ കണ്ടു. ആ 25 എസ്റ്റേറ്റുകളിൽ ജോൺ മത്തായി സുരക്ഷിതം എന്ന് പ്രഖ്യാപിച്ച 9 എസ്റ്റേറ്റുകളെ നോക്കിക്കണ്ടു. ആ 9 എസ്റ്റേറ്റുകളിൽ എൽസ്റ്റോൺ ഉൾപ്പെടെ 2 എസ്റ്റേറ്റുകൾ ഈ കേരളത്തിലെ ഗവൺമെന്റ് ഏറ്റെടുത്തത്, പ്രിയപ്പെട്ടവരെ, ഈ ദുരന്തം നടന്ന് 63ാമത്തെ ദിവസം ആ 2 എസ്റ്റേറ്റുകളും ഈ കേരളത്തിൽ ഏറ്റെടുത്തു. ഒക്ടോബർ 4-ാം തീയതി ദിവസം മറക്കാനാകില്ല. ഒക്ടോബർ 4-ാം തീയതി ഏറ്റെടുത്ത ആ ഭൂമി അന്നു മുതൽ പണിയാൻ പറ്റിയിരുന്നെങ്കിൽ 2025 ജൂലൈ 30 ആദ്യത്തെ ദുരന്ത ദിനത്തിൽ എല്ലാവർക്കും ആ വീടുകൾ കൊടുക്കാൻ ഞങ്ങൾക്ക് സാധ്യമാകുമായിരുന്നു. എന്നാൽ ഒക്ടോബർ 4-ാം തീയതി ഈ ഭൂമി ഏറ്റെടുത്തപ്പോൾ ആ ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ കോടതി വ്യവഹാരങ്ങളിലേക്ക് കടന്നു. 2024 ഡിസംബർ 27-ാം തീയതി LAR 2013 അനുസരിച്ച് ഭൂമി ഏറ്റെടുക്കാനുള്ള സർക്കാരിൻ്റെ നിർദ്ദേശം കോടതി അംഗീകരിച്ചു. പക്ഷേ അപ്പോഴും ഭൂമിയിൽ പണി ചെയ്യാൻ അനുവദിച്ചില്ല. മാർച്ച് 27-ാം തീയതി ഈ നഗരത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 410 വീടുകളുടെ തറക്കല്ലിട്ടിട്ടും കേരളത്തിലെ ഹൈക്കോടതി വ്യവഹാരങ്ങൾ പിന്നെയും തുടർന്നു. ഏപ്രിൽ 11 രാത്രി വൈകി കോടതി പിരിയുന്നതിൻ്റെ തലേ ദിവസം ഈ ഭൂമി ഏറ്റെടുക്കാനുള്ള തുക നിശ്ചയിച്ച് 2 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് ഏപ്രിൽ 11 അർദ്ധരാത്രിയാകുമ്പോൾ ഈ ട്രഷറിയിലൂടെ ആ പണമടച്ചു ഭൂമി ഏറ്റെടുത്തു എന്ന് മാത്രമല്ല, ഒരു ദിവസം പോലും വൈകാതെ ഏപ്രിൽ 13 ആ ഭൂമിയിലെ നിർമ്മാണ പ്രവർത്തനം ഇവിടെ ആരംഭിക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞു. ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു 10 ദിവസം കഴിയും മുമ്പ് ആരംഭിച്ച മഴയാണിത്. എൽസ്റ്റോൺ എസ്റ്റേറ്റിലെ തേയില ചെടികൾ പിഴുതുകളഞ്ഞ് ചവിട്ടിയാൽ ചേറു താഴുന്ന വഴിയിൽ അന്നു മുതൽ ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനം. സാധാരണ ഒരു വീട് നിർമ്മിക്കുമ്പോൾ 3 അടി താഴ്ചയിലേക്ക് വാരമെടുത്താൽ മതി. എന്നാൽ ഈ വീടുകൾ നിർമ്മിച്ചത് ഒരു ദുരന്തത്തിനും ഇനി ഈ വീടുകളെ, ഈ മണ്ണിനെ, മനുഷ്യനെ വിട്ടുകൊടുക്കരുത് എന്ന് നിർബന്ധമുള്ളത് കൊണ്ട് ഡിസാസ്റ്റർ എഞ്ചിനീയറിംഗിൻ്റെ സാധ്യത കൂടി പരിഗണിച്ചുകൊണ്ടാണ് 10 അടി താഴ്ചയിലേക്ക് കുഴിയെടുത്ത് പില്ലറുകെട്ടി അവിടെ തീർക്കുന്ന 410 ഭവനങ്ങൾ. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഞങ്ങൾ കല്ലു മാത്രം ഇട്ടു പോകുന്നവരല്ല. കല്ലിട്ടാൽ കല്ലിൽ കല്ല് വയ്ക്കും, കല്ലിൻ്റെ മീതെ കല്ല് കെട്ടും, അതൊരു വീടാകും. അത് തീരുമാനിച്ച മനുഷ്യന്റെ കൈകളിലേക്ക് ഞങ്ങൾ സമ്മാനിക്കും. ആ അനുഭവത്തിലേക്ക് നാം കടക്കുകയാണ്. 178 ഭവനങ്ങളല്ല, 178 മനുഷ്യ ജീവിതങ്ങൾ. ഞാൻ കുറച്ചു നേരത്തെ ഈ വേദിയുടെ, ഈ സദസ്സിൻ്റെ നടുവിലിരിക്കുന്ന ശോഭന ചേച്ചിയെ കണ്ടു. അവർക്ക് കിട്ടിയിട്ടുള്ളത് 92-ാം നമ്പർ വീടാണ്. കെട്ടിപ്പിടിച്ച് ഒരുപാട് നേരം കരഞ്ഞു. അവർ മുഖ്യമന്ത്രിയോട് പറയാൻ ഒരു കാര്യം എന്നെ ചുമതലപ്പെടുത്തി. എനിക്ക് മരണപ്പെട്ടുപോയ മകളായി ഇനി ഞാൻ ഈ 92-ാം നമ്പർ വീടിനെ കാണും, സ്വന്തമായി നഷ്ടപ്പെട്ട ഒരു മകൾക്കു പകരമായി എന്ന് ശോഭന ചേച്ചി പറഞ്ഞപ്പോൾ കയ്യിൽ നിന്ന് മനുഷ്യൻ നഷ്ടപ്പെടുക എങ്ങനെയാണെന്ന് നമുക്ക് ബോധ്യപ്പെടാവുന്ന അനുഭവമുണ്ടായി. എങ്ങനെ ഈ വിജയഗാഥ കേരളത്തിന് തീർക്കാനായി? ഒരു നഗരമെന്ന മുൻപരിചയങ്ങളില്ലാത്ത, മുന്നനുഭവങ്ങളില്ലാത്ത ഒരു നാട്ടിൽ സഹായിക്കേണ്ടവർ പോലും കേന്ദ്ര ഗവൺമെന്റ് അടക്കം ക്രൂരമായ സമീപനത്തോടെ കേരളത്തെ കഴുത്തു പിടിച്ചു ഞെരിച്ചു കൊല്ലാൻ ശ്രമിച്ചപ്പോഴും കേരളം അഭിമാനത്തോടെ പറഞ്ഞിട്ടുണ്ട്,
അവസാനത്തെ ദുരന്തബാധിതനെ കൂടി പുനരധിവസിപ്പിക്കാതെ ചുരമറങ്ങില്ല ലോകമലയാളം എന്ന യാഥാർത്ഥ്യം. അതിൻ്റെ ഒരു ഘട്ടത്തിലേക്കാണ് നാം കടക്കുന്നത്. 20 വർഷം വരെ ഗ്യാരണ്ടിയുള്ള ഉപകരണങ്ങളോടെ 178 വീടുകൾ, ഓരോ വീടിനും കൃത്യമായ ചുറ്റുമതിൽ, അതിൽ നിന്ന് തുറക്കുന്ന ഗേറ്റ് നേരെ റോഡിലേക്ക്, 35 സോണുകളിൽ എല്ലാ സോണിനും നടുവിൽ ഗ്രീനറി. ഈ നഗരത്തിൽ ഇനി വരാൻ പോകുന്നു കുടുംബാരോഗ്യ കേന്ദ്രം, ഈ നഗരത്തിൽ ഇനി വരാൻ പോകുന്നു ലൈബ്രറി, ഈ നഗരത്തിൽ ഇനി വരാൻ പോകുന്നു മാർക്കറ്റ്, ഈ നഗരത്തിൽ ഇനി വരാൻ പോകുന്നു കളിക്കളം, ഈ നഗരത്തിൽ ഇനി വരാൻ പോകുന്നു പൊതു ഇടം. അതെല്ലാം കൂടി പൂർത്തീകരിക്കുന്നു. ചിലർ ചോദിച്ചു, തെരഞ്ഞെടുപ്പ് വന്നാൽ, കോഡ് ഓഫ് കോണ്ടക്ട് വന്നാൽ ഏതെങ്കിലും വിധത്തിൽ ഈ പണി നിർത്തുമോ? ഈ പണി ഒരു ദിവസം പോലും നിർത്താതെ തുടർച്ചയായി അതിൻ്റെ പദ്ധതി പൂർത്തീകരിക്കും വരെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് മാത്രമല്ല, ഈ ദുരന്തബാധിതരിൽ ഇവിടെ പൂർത്തീകരിക്കുന്ന വീടുകളിലേക്ക് വരാനുള്ളവർക്ക് യഥാർത്ഥ കാലവർഷം മഴത്തുള്ളിയായി വയനാട്ടിൻ്റെ തലയ്ക്കുമീതെ പതിക്കുന്നതിന് മുമ്പ് ഈ വീട്ടിലേക്ക്, ഈ നഗരത്തിലേക്ക് വരേണ്ട അവസാനത്തെയാളുടെ താക്കോലും കൈമാറാൻ കഴിയുന്ന വിധത്തിൽ അഭംഗുരം ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും. ഇത് മാത്രമല്ല, ഈ മാസം വരെ 6000 രൂപയുടെ വാടക ഈ ഗവൺമെൻറ് മുടക്കിയിട്ടില്ല. ഈ മാസം വരെ, ഇനി ഈ വീടുകളിലേക്ക് കയറും വരെ അത് തുടരും. 300 രൂപയുടെ ജീവനോപാധി വെച്ച് 9000 വീതം ഒരു വീട്ടിലെ 2 പേർക്ക് കൊടുക്കുന്ന സഹായം അങ്ങനെ തുടരും. 1000 രൂപയുടെ ഫുഡ് കൂപ്പൺ തുടരും. ഇതുമാത്രമല്ല, നഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റിയ അനുഭവങ്ങളിലേക്ക്, വെള്ളാർമലയുടെ താഴ്വാരത്തൊരു പള്ളിക്കൂടമുണ്ട് എന്ന് പാട്ടുപാടിയ, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കൂടമുണ്ട് എന്ന് പാട്ടുപാടിയ, ഉണ്ണിമാഷുടെ കുട്ടികൾ പഠിക്കുന്ന വെള്ളാർമലയിലെ സ്കൂള് ഭൂമി ഏറ്റെടുത്തതുപോലെ അവർക്ക് തിരിച്ചു കൊടുക്കുന്നതടക്കമുള്ള പ്രവർത്തനങ്ങളിലേക്ക് അഭംഗുരം നാം മുന്നോട്ട് പോവുകയാണ്. ഈ പ്രവർത്തനം കേരളം ഒരു മനസ്സായി നടത്തിയതാണ്. ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ, ഏതെങ്കിലും ഒരു നിറത്തിൻ്റെ, ഏതെങ്കിലും ഒരു ഭരണകൂടത്തിൻ്റെ മാത്രം സ്വത്തല്ല. കേരളത്തിലെല്ലാവരും, പക്ഷമുള്ളവരും ഇല്ലാത്തവരും എല്ലാം അടങ്ങുന്ന കേരളം. ഈ നഗരത്തിലേക്ക് ഇങ്ങനെ ഒരു ആലോചനയിലേക്ക് വരാൻ എന്തു ധൈര്യം നിങ്ങൾക്ക്? മലയാളി മാത്രമല്ല, കഴിഞ്ഞ ദിവസം നമ്മളൊരു ചിത്രം കണ്ടു. ആവന്തിക ഈ കൂട്ടത്തിലുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. ആവന്തിക അവളുടെ വീടിൻ്റെ കൂപ്പണെടുത്ത് അത് നേരെ ജില്ലാ കളക്ടർക്ക് നേരെ തിരിച്ചു കാണിച്ചു അഭിമാനത്തോടെ. ഞങ്ങൾ അവസാനം അവതരിപ്പിച്ച നാറ്റിവിറ്റി കാർഡ് അനുസരിച്ച് ജില്ലാ കളക്ടർക്ക് നാറ്റിവിറ്റി കാർഡ് കൊടുക്കാൻ പറ്റൂല. ജില്ലാ കളക്ടർ കേരളീയനല്ല. പക്ഷേ ആവന്തിക ആ ടോക്കൺ എടുത്ത് കളക്ടറെ കാണിച്ചപ്പോൾ കേരളത്തിലെ കേഡറായതുകൊണ്ട് കേരളത്തിനോടൊപ്പം വന്ന വയനാട്ടിലെ ജില്ലാ കളക്ടർ മേഘശ്രീ IAS പിടിച്ചു നിൽക്കാനാകാതെ വിതുമ്പി. കേരളം അഭിമാനത്തോടെ പറയട്ടെ, മലയാളത്തിൽ ജീവിക്കുന്നവരും മലയാളത്തെ സ്നേഹിക്കുന്നവരുമായ, അതുപോലെ ലക്ഷക്കണക്കായ മനുഷ്യരുടെ കണ്ണിലെ പവിത്രമായ ഈ കണ്ണീർ തുള്ളികളുടെ കരുത്താണ് കേരളത്തിലെ ഗവൺമെന്റിന് ഇത്തരം ഒരു ഇച്ഛാശക്തി ഏറ്റെടുക്കാനും അത് പൂർത്തീകരിക്കാനും സാധിച്ചത്. ഞാൻ അവസാനിപ്പിക്കുന്നു. പുഞ്ചിരിമറ്റത്ത് 1750 അടി മുകളിൽ പൊട്ടിയ ഒറ്റ ഉരുളിലാണ് 298 പേരെ നമുക്ക് നഷ്ടപ്പെട്ടത്. പുഞ്ചിരിമറ്റത്ത് ഉയരത്തിൽ പൊട്ടിയ ഉരുളിൽ നിന്ന് തിരിച്ചു വന്ന മനുഷ്യർക്ക് പുഞ്ചിരി തൂകാൻ പറ്റുന്ന ഒരു മുറ്റമുണ്ടാക്കി കൊടുക്കാൻ പറ്റി എന്ന ആത്മവിശ്വാസത്തോടെയാണ് ഈ ഗവൺമെൻറ് ഈ വീടുകൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പാകെ സമർപ്പിക്കുന്നത്. ആത്മാഭിമാനത്തോടെ എല്ലാ ഘട്ടങ്ങളിലും. ജൂലൈ 30 രാവിലെ പുലർച്ചെ 3:50 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഫോണിൽ എന്നെ വിളിക്കുന്നത്. എന്നെ മാത്രമല്ല, ഈ ഇരിക്കുന്നതിൽ പലരെയും. പുലർച്ചെ 3:50 ഉരുള് പൊട്ടി മിനിറ്റുകൾക്കകം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എഴുന്നേറ്റിരുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. കൂട്ടിച്ചേർക്കാവുന്ന എല്ലാവരെയും കൂട്ടിച്ചേർത്തു, ഒപ്പം നിർത്താവുന്ന എല്ലാവരെയും ഒപ്പം നിർത്തി. മനുഷ്യനായി മണ്ണിൽ ജീവിച്ചവൻ്റെ വികാരങ്ങൾ പൂർണ്ണമായി ഇതിനോടൊപ്പം ഉണ്ടായി. ഞങ്ങൾ പറഞ്ഞു, ഈ നഗരത്തിലേക്ക് സംഭാവന ചെയ്ത എല്ലാവരുടെയും പേരുകൾ ഓരോ വീടിൻ്റെയും മുമ്പിൽ പ്രദർശിപ്പിക്കുകയല്ല, ഇവിടെ വയ്ക്കുന്ന ഒരു പുതുശിലയിൽ അവരുടെ എല്ലാം പേരുണ്ടാകും. കാരണം ഓരോന്നും ഓരോ പ്രദേശത്തിനായി വിട്ടുകൊടുക്കാനാകാത്തത് കൊണ്ട് ഈ നഗരം, കേരളത്തിൻ്റെ സ്വന്തമായ നഗരം, അതുണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച് ഓരോ ഘട്ടത്തിലും
കേരളത്തിൽ കടമേറ്റെടുക്കാൻ കേന്ദ്രം ഗവൺമെൻറ് ഒരു നിയമത്തിലൂടെ അവസരമുണ്ടായിട്ടും ആ നിയമം കേരളത്തിന് വേണ്ടി ഉപയോഗിക്കാൻ സാധ്യമല്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ സെക്ഷൻ എടുത്തു കളയുന്ന കഠിനമായ നടപടി കേന്ദ്ര ഗവൺമെൻറ് എടുത്തപ്പോൾ ആ ദുരന്തബാധിതരായിട്ടുള്ള മുഴുവൻ മനുഷ്യരുടെയും കടമേറ്റെടുക്കാൻ ഈ ഗവൺമെൻറ് ചങ്കൂറ്റം കാണിച്ചതുപോലെ ലോകത്തൊരു പുതിയ അനുഭവമായി ദുരന്തബാധിതരായിട്ടുള്ള 126 കട ഉടമകൾക്കും 83 സംരംഭകർക്കും ആവശ്യമായ നഷ്ടപരിഹാരം കൊടുത്തതടക്കം ഈ മണ്ണിലെ ഓരോ പുൽക്കൊടിക്കും അറിയാവുന്ന വിധത്തിൽ ദുരന്ത നിവാരണ പ്രക്രിയയ്ക്ക് കേരളത്തിനാകെ നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിത്തെറിഞ്ഞയാൾ തന്നെ കൊയ്യണം എന്നാണ് പണ്ട് ഒരു പൊതു നിയമം. മുഖ്യമന്ത്രി തന്നെ തറക്കല്ലിട്ടു. മുഖ്യമന്ത്രി തന്നെ ഔപചാരികമായി ഈ വീടുകൾ നാടിന് സമർപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ഉയരുന്നത് കേരളം മുഖ്യമന്ത്രിയുടെയോ ഗവൺമെൻറ്റിൻ്റെയോ യശസ്സല്ല. മൂക്ക് താഴോട്ട് നീണ്ട 3.25 കോടി വരുന്ന മലയാളി ലോകത്തിൻ്റെ മുമ്പിൽ ആത്മാഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ഈ അഭിമാന നിമിഷം ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാനപ്പെട്ട ആദരണീയനായ ലോക മലയാളത്തിൻ്റെ അഭിമാനമായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം.